കുറച്ച് വലിച്ചു വിട്ടാൽ അതിൻ്റെ കൂമ്പ് പാടി പോകും. പിള്ളേരെന്താണോ എല്ലാ കടയിലും പോയതായിരിക്കും. സോജപ്പ് എന്താ പരിപാടി എനിക്ക്? എടാ ഞാൻ ഈ കേരളയിൽ വരുന്ന വെച്ച് അപ്പത്തിൻ്റെ പരിപാടി തുടങ്ങി. ആ കാശ് വെള്ളത്തിലായി. ഈ അപ്പവും കേരളയിലും തമ്മിൽ? ഹേയ് എടാ കേരളയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് അപ്പം ചുട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുകൊടുത്താൽ ഉച്ചയാകുമ്പോൾ വീട്ടിൽ വരാമല്ലോ. ഏത് മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഏർപ്പിന്റെ അസുഖമുണ്ടല്ലേ? പറഞ്ഞിട്ടെന്ത് കാര്യം? ലൈറ്റർ ഒന്ന് തരുമോ? ആ ഇവിടെ ഒരു ആലയുണ്ടല്ലോ, രാമേന്ദ്രന്റെ. നമ്മുടെ രാമേന്ദ്രൻ്റെ അല്ലേ? അത് ഇതിലങ്ങോട്ട് പോകുമ്പോ ഉണ്ടല്ലോ, വലത്തോട്ട് കയറുമ്പോ ആ കരോട്ട് കാണുന്നത് അവിടെ തന്നെ. ഞാൻ ഈ മെയിൻ റോഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു കത്തി കാച്ചം കൊടുത്തണ്ടേ. ഓ എവിടെന്നാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. കുറച്ച് ദൂരെ. എന്താ പേര്? ബാസ്റ്റിൻ. ബാസ്റ്റിൻ ജോൺ. ഓ ശരി. ആ ശരി. ആളല്പം റഫാണെന്ന് തോന്നുന്നല്ലേ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഒക്കെ വരത്തന്മാരാ ഇവിടെ കിടന്ന് കളിക്കണതൊക്കെ. ആരാണ് പോലെ? ആ ചെറുക്കന് കേടിയിട്ട് ഒരുപാട് വൈകിയാണ് വരുന്നത്. നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടെ? ആ എയർപോർട്ടിന്റെ അടുത്താണ് രാത്രി കമ്പനി. തന്തവൈവിന്റെ കാലല്ലേ എന്റെ പൊന്നെ, ഞാനൊന്നും പറയാനില്ലേ. അല്ലല്ലോ അവന്റെ കാര്യത്തിൽ നിങ്ങളിങ്ങനെ, നിങ്ങളുടെ മോനല്ലല്ലോ. നീ ഞാൻ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണം. അവനിങ്ങോട്ട് വറ്റ, ഞാൻ ചോദിച്ചോളാം. ഈയിടെയായിട്ട് ആ ചുമ വല്ലാണ്ട് അങ്ങോട്ട് കൂടുന്നുണ്ട്. ഈ കരിയും പുകയും വലിച്ചേറ്റി ആയുസ് എത്താണ്ട് ചാവുത്ര തന്നെ. നിർത്തല്ലേ, നാളത്തേക്ക് കറിക്കൊന്നുമില്ല. കടയിൽ പോയിട്ട് വാ. ആ ഞാൻ ഇതൊന്ന് ഒതുക്കി വെക്കട്ടെ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി. രാവിലെ ഒരു കത്തി തന്നായിരുന്നു, അത് റെഡിയായോ? ആ അത് റെഡിയാണ്. കുടിക്കാൻ കുറച്ച് വെള്ളം. ആ നീ ചെല്ലേ, ഇപ്പൊ കൊണ്ടുവരാം. എൻ്റെ കയ്യിലൊരു ചെറുതുണ്ട്, ഒരെണ്ണം കാച്ചിയാലോ? ആവാം. ശരി. ഈ ടൗണിലേക്കുള്ള വഴി ആ ഞാൻ കാണിച്ചു തരാലോ. ഇവിടെ അടുത്തൊരു കടയിലൊന്ന് പോണം. അയ്യപ്പാ, താമര കണ്ണനുറങ്ങി. ഓ താൻ തന്ന സാധനം മുറ്റ.
അതങ്ങട് കത്തി കയറണ്ട് കേട്ടോ. ശരിക്കും കത്തി കയറാൻ പോണേലേ ഉള്ളൂ. ആ എന്നാ പോയേക്കാം. പെണ്ണുമ്പുള്ളപ്പേണെങ്കിൽ ഒരെണ്ണം കഴിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാ ഭയങ്കര അല്ലേ. എന്നാ കഴിക്കാണ്ടിരിക്കാനും പറ്റില്ല. ഞാൻ അറിഞ്ഞ് കാച്ചാണ്ടില്ല, അത് ഒന്നൊന്നര കാച്ചല്ല. അതുപോലെ ഈ കത്തി ഇപ്പൊ ഞാൻ കാച്ചേക്കണം. ഇവനെ വിളിച്ചാലും കിട്ടൂല. എന്തമ്മേ നീ എവിടെ പോയി കിടക്കണയാ? അമ്മ കാര്യം പറ. എടുക്ക പോകില്ലേ? നീ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട് മോനെ. അച്ഛൻ കടയിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓ നീ ഒന്ന് പോയി നോക്കിക്കേ. ഇപ്പഴാ? എനിക്കാകെ പേടിയാവുന്നു. അതൊക്കെ വന്നോളൂ, അമ്മ ഒന്ന് വെച്ചോണ്ട് പോയേ. എപ്പോഴായിരുന്നു ഈ സംഭവം? ആ ശരിയാടാ, ആ കൊല്ലം രാമേന്ദ്രനെ ആരോ തട്ടിയതാ. ഞാനേ ഡീറ്റെയിൽ അറിഞ്ഞിട്ട് വിളിക്കും. അയാൾ ഈ നാട്ടുകാരനായിരുന്നില്ലല്ലേ? ആനന്ദ് സാർ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇയാൾ പാലക്കാട് നിന്നും കണ്ട് വന്നതാ. കെട്ടിയിട്ടൊന്നുമില്ല, കൂടി കഴിയുന്നതാ. ഓ ശരി. അത്ര എന്നാലത് ആരായിരിക്കും തട്ടിയത്? ആ ഒരു പിടിയില്ല. ചേട്ടാ കേറി പിടിക്കത്ത്. അവിടെ എന്താ പ്രശ്നം? അവിടെ ആരെ കൊന്നു പറഞ്ഞിട്ടു, ഒന്ന് നോക്കാന്ന് വെച്ചിട്ടാ. എടാ നമ്മുടെ കൊല്ലനല്ലേ? എടാ കുറച്ചു മുമ്പ് നമ്മളോട് വഴി വെച്ച ആളില്ലേ, അയാളായിരിക്കും തട്ടിയത്. അതൊന്നും ആയിരിക്കില്ല. എടാ ഇത് കേക്ക്, ആ കൊല്ലനെ പാലക്കാട്ടുള്ളതാ. ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കണം. അവിടെ ആരെയോ കൊന്നിട്ട് വന്ന് ഒളിച്ചു താമസിക്കണം. ശ്രുതി കേൾക്കുന്നുണ്ട്. എടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പാ ആ വരുത്തൻ തന്നെയാ തട്ടിയത്. ഒന്നും മിണ്ടാതിരുന്നു. വെറുതെ പോലീസും കേസിട്ട് പൊല്ലാപ്പിടിക്കണ്ട. നീ വന്നേ. കൊല്ലം കാച്ചിയ കത്തി തന്നെ എടുത്ത് കൊല്ലനെ തന്നെ അങ്ങ് കാച്ചി. നീ ഒന്ന് വന്നേന്ന്. ആ എന്നാ വരണ്ടടിക്കാം. തൃശ്ശൂരിനപ്പുറം പാലക്കാട് ഞാനറിയാം. എടാ രാമേന്ദ്ര, പാലക്കാട്ടുള്ള പാലാട്ടി ജോണിനെ അറിയോ? നീ കൊന്നു തള്ളിയ ജോൺ, ആ ജോണിന്റെ മകനാണ് ഞാൻ. പോസിറ്റീവ്. നീ കാച്ചിയ കത്തിക്ക് മൂർച്ചയുണ്ടെന്ന് ഞാനൊന്ന്